ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങുന്ന സ്റ്റാറ്റസുകളുണ്ടല്ലോ, നമ്മുടെ ഫുൾ സ്ക്രീനായിട്ട് നിൽക്കുന്ന HD ക്വാളിറ്റിയിലൊക്കെ ഉള്ള പല പല സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഫോണിൽ നിർമ്മിച്ചെടുക്കാം എന്നൊരു എപ്പിസോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആണ് മെയിൻ സംഭവം. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസൊക്കെ ഇടത്തുള്ളൂ, കാരണം മറ്റു വീഡിയോസും വ്ളോഗും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണും. അപ്പം എപ്പിസോഡ് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും കുറേ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന അടിപൊളി ടിപ്സും ട്രിക്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. മാത്രമല്ല നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ഈ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല നല്ല വാട്സപ്പ് സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും വീഡിയോ കാണാൻ നോക്കരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, സ്കിപ്പ് ചെയ്ത് കാണരുത്. അപ്പം അങ്ങോട്ടുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണണം ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഇമേജ് സെർച്ച് മാൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. ഇമേജ് സെർച്ചർ മാൻ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നമുക്കിത് ഏത് സിനിമയിലെ ഇമേജ് വേണമെന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്ക മലയാള സിനിമയിലെ ഇമേജ് നല്ല ക്വാളിറ്റി തന്നെ നമുക്കിവിടെ നമുക്കിവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ലൂക്ക എന്നൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ലൂക്ക മൂവി എന്ന് ടൈപ്പ് ചെയ്യുക. ലൂക്ക മൂവി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂക്ക മൂവിയിലെ നല്ല കുറേ ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയിലുള്ള ഇമേജും കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്യാലറിയിൽ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനായ ലൈറ്റ് മോഷൻ എന്ന് പറയും. ലൈറ്റ് മോഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ബട്ട് അതിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്കും കാര്യങ്ങളുമൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാക്ക്ഡ് വെർഷൻ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ക്രാക്ക്ഡ് വെർഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും, വാട്ടർമാർക്ക് ഇല്ലാതെ ചെയ്യാനായിട്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെയായിട്ടൊരു പ്ലസിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടൊരു പ്ലസിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള ഒരു സംഭവം ശരിയാവും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസൊല്യൂഷൻ്റെ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ വീഡിയോയുടെ ഒരു ലെങ്തും വിഡ്ത്തും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പം നമ്മളിവിടെ 1080 2340 റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെസൊല്യൂഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇവിടെ ഒരു സംഭവം കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റെസൊല്യൂഷൻ സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഈ പെൻസിലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പം റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കാണാൻ സാധിക്കും. താഴെയായിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ്, ഇവിടെ ആയിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കാണാൻ സാധിക്കും. ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വലിയൊരു ക്യാൻവാസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു ക്യാൻവാസ് കണ്ടു, ഒരു വൈറ്റ് ക്യാൻവാസ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു പച്ച പ്ലസ് ഐക്കൺ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജും കാര്യങ്ങളുമൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇമേജ് വീഡിയോ രണ്ടാമത് കിടക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിലെ ഇമേജും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. വീഡിയോസ് ഉൾപ്പെടെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമേജ് മാത്രമല്ല, വീഡിയോസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആയിരിക്കും ലഭിക്കുന്നത്.
നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള അല്ലേ എടുത്തത്, അപ്പം ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കത് സ്ക്രീൻ ഫുള്ളായിട്ട് നിൽക്കണമെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു ത്രീ ഡോട്ടല്ല, നമുക്ക് മുകളിലായിട്ടൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ടൊരു 3 ഡോട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. കാണാൻ സാധിക്കും. ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഫിൽ സ്ക്രീൻ കൊടുക്കാം. ഫിൽ സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഇമേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇമേജ് നമുക്ക് സൂം ഇൻ സൂം ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് സൂം ചെയ്ത് ഇത്ര ആക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങോട്ടാണ് നമ്മുടെ ഇമേജ് വരേണ്ടത്. ആനിമേഷൻ കൊടുക്കേണ്ടത് ഇവിടെ വരെ വന്നിട്ട് നിൽക്കണം. അപ്പോൾ ഈ ഒരു നേരെ തന്നെ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടോട്ട് നമ്മൾ കൊണ്ടുവെക്കുക. അത് കൊണ്ടുവച്ചിട്ട് നമുക്ക് ആനിമേഷൻ നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് കേൾക്കണം കഴിച്ച്, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇവിടെ നിന്ന് നമുക്ക് ഇതേപോലെ കൂട്ടി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ കാണുന്നത് പോലെ കൂട്ടി കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു 10 സെക്കൻഡ് വരെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 9 സെക്കൻഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 9 സെക്കൻഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടേ. ഇവിടെ ആയിട്ട് ഒരു പ്ലസ് ഐക്കൺ വരുന്നത് കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അത് മൈനസ് ആക്കുക. മൈനസ് ആക്കിയിട്ട് നേരെ നമ്മുടെ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് വരിക. അതേപോലെ ലാസ്റ്റിലേക്ക് വന്നിട്ട് ആനിമേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബോക്സ് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ആ ബോക്സിലാണ് നമ്മൾ ആനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആനിമേഷൻ ചെയ്യാനായിട്ട് ഈ ബോക്സിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ വീഡിയോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി വരച്ചു കൊടുത്ത് നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. ഇതേപോലെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ കാണുന്ന പോലെ നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാമെന്ന് നമ്മൾ നേരെ ബൈക്ക് അടിക്കുക. ബൈക്ക് അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഫോട്ടോ അല്ല, നമ്മുടെ ഇമേജ് പോട്ടെ, നമ്മുടെ സോങ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോങ് ആഡ് ചെയ്യാൻ അതേ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓഡിയോ എടുക്കുക. ഓഡിയോ വന്നിട്ട് വ്യൂ ആളെന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള എല്ലാ പാട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ പാട്ടും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ മുകളിലായിട്ട് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ നമുക്ക് മാറ്റാം. പാട്ട് ആഡ് ചെയ്യുന്നവർക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാട്ട് ഇവിടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ, പാട്ട് നമുക്കിവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് പാട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പാട്ട് നമുക്ക് എവിടെ നിന്നുണ്ടെങ്കിലും ഡ്രിം ചെയ്യണമെങ്കിൽ ഡ്രിം ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡ്രിം ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്കെടുത്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് പാട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറ്റാവുന്നതാണ്. നമുക്ക് കട്ട് ചെയ്ത ഭാഗം വീഡിയോയിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഗൈസ്. വീഡിയോയിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ഇനിയും വീഡിയോ നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം ഗൈസ്. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, വീഡിയോ ഗിഫ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം സെറ്റാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്കത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. റെസൊല്യൂഷൻ നമുക്ക് 120 720 നമുക്ക് 180 ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. 180 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് ആയില്ലെങ്കിൽ 720 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു ലോഡ് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. ക്വാളിറ്റി കൂടുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സൈസ് ഫയൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ആ ഫയലിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ടാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ
പാണ്ട കമ്പൻസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കമൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ റിപ്ലൈ തരുന്നതുമായിരിക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്, കമൻറ്റ് സൂൺ, ലവ് യു ആൾ.